രസം നമുക്ക് പല രീതിയിൽ തയ്യാറാക്കാം. അതിൽ ഒരു രീതി ഇങ്ങനെ നോക്കാം. ആദ്യമേ നമുക്കൊരു 5-6 കൊച്ചുള്ളി എടുക്കാം. കൊച്ചുള്ളി നന്നായിട്ട് ചതച്ചെടുക്കണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുക്കാം. വെളുത്തുള്ളി നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കണം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുക്കാം. അത് ഓപ്ഷനിലാണ്. അപ്പോൾ ഈ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഇഞ്ചിയും നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. രസത്തിൽ പുളിക്കായിട്ട് പിഴുപുളി മാത്രം എടുക്കുന്നവരുണ്ട്, കൊച്ചുള്ളി മാത്രം എടുക്കുന്നവരുണ്ട്, കൊച്ചുള്ളിയും പിഴുപുളിയും കൂടെ എടുക്കുന്നവരുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം പിഴുപുളി ഇച്ചിരി വെള്ളം ഒഴിച്ചിടുന്നുണ്ട്. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം തക്കാളിയും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ എടുക്കുന്നുണ്ട്. രണ്ടും ചേർക്കുന്നുണ്ട്. രസം തയ്യാറാക്കാനായിട്ട് ഉരുളി ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഈ കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ആ ചതച്ച് വെച്ചിട്ടുള്ള കൂട്ട് ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് ഇതിനുള്ളിലേക്ക് ചേർക്കാനുള്ള പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്ക് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് പൊടി ചൂടാക്കാനായിട്ട് എടുക്കാം. ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം ഉലുവാപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 സ്പൂൺ നിറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഓപ്ഷനിലാണ്. ഇഷ്ടമുള്ളവർക്ക് മാത്രം അത് ചേർത്താൽ മതി. അല്ലെങ്കിൽ കുരുമുളക് പൊടി മാത്രം ഇടാം. അല്ലെങ്കിൽ മുളക് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. പിന്നെ ആവശ്യത്തിന് കായപ്പൊടി ചേർക്കാം. ഇനി ഈ പൊടിയെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ പൊടിയെല്ലാം നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞിട്ട് മാത്രം തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയും കുരുമുളകും ഒക്കെ ഒന്ന് ചതച്ച് ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ല പൊടിയാണെന്നുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് ചൂടായി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്ക് നമുക്കതിനുള്ളിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പുളിയുടെ അളവ് ഇച്ചിരി കൂട്ടിയെടുത്താലും മതിയാകും. ആദ്യമേ പുളിവെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അധികം വെള്ളം ചേർക്കാതെ നമുക്ക് ഇത്രയൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. ഇത് നന്നായിട്ട് തിളച്ച് ആ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് കഴിയുമ്പോഴേക്ക് നമുക്ക് ബാക്കി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് ആ വെള്ളം തിളയ്ക്കണ്ട, നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. രസത്തിന് മല്ലിയില ചേർത്താലാണ് ഒന്നും കൂടെ സ്വാദ് കൂടുതലാവുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് തിളപ്പിക്കാതെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാം.